നേരത്തെയും ഇവരിൽ പലരും പരസ്യമായ പിന്തുണയുമായിട്ട് എത്തിയിരുന്നതാണ്. ആ പിന്തുണയ്ക്കൊന്നും അവിടെ നിലനിൽപ്പില്ല എന്നുള്ളത് ആറന്മുള തെളിയിച്ചിട്ടുണ്ട്. ഏത് MLA യും ഏത് MP യും പിന്തുണ കൊടുത്താലും ഈ കാര്യത്തിനകത്ത് ആ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല. ജയിപ്പിച്ചിട്ടുണ്ടാവും ആൾക്കാരെ, അത് നാടിൻ്റെ ജനപ്രതിനിധിയാവാനാണ്, കച്ചവടക്കാരനാവാൻ വേണ്ടിയിട്ടല്ല. കച്ചവടത്തിൻ്റെ രീതിയുമായി വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്തവർ പോലും എതിർത്തു നിൽക്കും എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ സംഘടനകളും ചേർന്ന് നടത്തിയ ഒരു സമരത്തിലൂടെ വെളിവായ കാര്യം. അത് ആറന്മുള തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു വാദഗതിയായി പറയേണ്ട ഒരു കാര്യമല്ല, അത് ആറന്മുള കാട്ടിക്കൊടുത്തൊരു കാര്യമാണ്. ഈ ഒരു കാര്യം ജനപ്രതിനിധിയാക്കിയിട്ടുണ്ടാവാം, പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഞങ്ങളുടെ നാട് കച്ചവടം ചെയ്തോളൂ, കച്ചവടക്കാരോടൊപ്പം ചേർന്നുകൊള്ളൂ എന്നല്ല. ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കച്ചവടത്തിൻ്റെ കാര്യമാണ്. കേരളത്തിലെ ഒരു ഗവൺമെൻറ് സാധാരണഗതിയിൽ എല്ലാവരും പറയും, ഏത് ഗവൺമെൻറ്റിനോടും പറഞ്ഞ കാര്യം, ഒരു ടൈം ഉണ്ടല്ലോ, ആദ്യത്തെ ഒരു അല്ലെങ്കിൽ 100 ദിവസം എന്നൊക്കെ പറയുന്നൊരു ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ തുടക്കകാലമാണ്, എല്ലാം പരിചയിച്ച് വരുന്നതേ ഉള്ളൂ. കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ നിയമസഭാ സമ്മേളനം കൂടിയ ആദ്യ ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ അവർ ഇല്ലായിരുന്നു. ഞങ്ങൾ ആരും റൂൾ 50 അവതരിപ്പിച്ചില്ല, ഞങ്ങൾ സബ്മിഷൻ അവതരിപ്പിച്ചില്ല, ശ്രദ്ധ ക്ഷണിക്കൽ ഉണ്ടായില്ല. എന്താ കാര്യം? ഒരു ഗവൺമെൻറ് അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ തുടങ്ങിയ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ആവുന്നതേ ഉള്ളൂ, മന്ത്രിമാർ കാര്യങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലേക്ക് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രം മതി ചോദ്യോത്തരവേള എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അംഗീകരിച്ചു. ചോദ്യോത്തരവേള ഉണ്ടായില്ല, ആ ദിവസങ്ങളിൽ സബ്മിഷൻ ഉണ്ടായില്ല, ശ്രദ്ധ ക്ഷണിക്കൽ ഉണ്ടായില്ല. ഞങ്ങൾ റൂൾ 50 എന്ന് പറയുന്ന തരത്തിൽ സഭാ നടപടികൾ താൽക്കാലികം നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രമേയത്തിൻ്റെ കാര്യങ്ങളിലേക്കും ഞങ്ങൾ എത്തിയില്ല. പക്ഷേ എത്തായിരുന്നൊരു കാര്യം വെച്ചാൽ ഇവർ ഈ കാര്യമെല്ലാം പഠിച്ചു വരേണ്ടതാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ നിയമസഭയുടെ നടപടിക്രമങ്ങളോ ഭരണ നടപടിക്രമങ്ങളോ പഠിക്കുന്നതിനപ്പുറത്തേക്ക് എങ്ങനെ കച്ചവടം ചെയ്യാം എന്നുള്ളത് അവർ നടപ്പിലാക്കുന്നതാണ് കേരളം കാണുന്നത്. അതുകൊണ്ട് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പണം നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന് ഫ്ലെക്സിലുണ്ടായിരുന്നുവെങ്കിൽ പണം മുടക്കിയവൻ കേരളം ഭരിക്കട്ടെ എന്നാണ് ബജറ്റ് പറഞ്ഞത്. ഇപ്പോൾ കേരളം ഭരിക്കാൻ കച്ചവടക്കാർ ഇറങ്ങുന്നൊരു രീതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ അദാനി അടക്കമുള്ളവരുടെ കച്ചവടം നടക്കുന്നിടത്ത് ചെറുതും വലുതുമായ കച്ചവടക്കാർ ഓരോ ഇടങ്ങളിൽ നിന്നിട്ട് ഞങ്ങളിതാ കച്ചവടത്തിന് റെഡിയാവുന്നു എന്ന് പറയുന്നിടത്ത് കച്ചവടക്കാരുടെ ഭരണത്തിന് അനുവാദം കൊടുക്കില്ല. കച്ചവടക്കാരുടെ ഭരണം നടത്താൻ, കച്ചവടക്കാർക്ക് ഭരിക്കാൻ കേരളത്തെ വിട്ടുകൊടുക്കില്ല. കേരള ഭരണം കച്ചവടത്തിനുള്ളതല്ല. ഇന്ന് പക്ഷേ കേരളത്തിൻ്റെ ഭരണകൂടം അത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഒരിടത്ത് അദാനി പ്രഖ്യാപിക്കുന്നു, ഇവിടെ വേറൊരാൾ കച്ചവടക്കാരൻ പ്രഖ്യാപിക്കുന്നു. ഓരോ ഇടങ്ങളിലും കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാ ഇടങ്ങളിലേക്കും നിൽക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മുമ്പിൽ ചില വലിയ പിന്തുണയുമായി നിൽക്കുന്നു, ചിലർ അന്തം വിട്ട് നിൽക്കുന്നു. അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇതുമൂലം ഉണ്ടാകുന്നത്. അറിയില്ല, ആരാണെന്നറിയില്ല. അന്ന് ഇലക്ട്രോണിക് പാർക്കുമായി വന്ന സംഘത്തിനകത്ത് ഇദ്ദേഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വന്നിരുന്ന ആരൊക്കെയാണെന്ന് നോക്കി നമ്മൾ നോക്കിയത് അതിനകത്ത് ആരാണ് വന്നിരിക്കുന്നതിനപ്പുറത്തേക്ക് നോക്കിയത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതിയാണോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അതിനകത്ത് പലരിടത്തും സമ്മർദ്ദം എടുത്തി കാണും. പക്ഷേ ആ സമ്മർദ്ദങ്ങൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ വരുന്നത് എന്ന് പറഞ്ഞു. അവർ പല ഇടങ്ങളിൽ വിളിച്ചു കൂട്ടിയ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ യോഗങ്ങളെല്ലാം അവർ പങ്കെടുത്തതായി മനസ്സിലായി. ഇപ്പോൾ 10,000-കണക്കിന് കോടി രൂപയുടെ വികസനം വരുന്നത് കേൾക്കുന്ന അവസരത്തിൽ നിയമങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് 10,000-കണക്കിന് കോടിയുമായി വരുന്ന ഒരാളിനെ തൊഴുതു നിന്നിട്ട് എല്ലാ നിയമങ്ങളും അവർ ലംഘിച്ചു കൊള്ളട്ടെ എന്ന് പറയുക എന്നത് ശരിയായ കാര്യമല്ല. നമ്മുടെ നാട് പാസ്സാക്കിയ നിയമങ്ങൾ, സംസ്ഥാന നിയമസഭയും പാർലമെൻറ്റും പാസ്സാക്കുന്ന നിയമങ്ങൾ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ്. ഏത് നിയമം പാസ്സാക്കുമ്പോഴും നോക്കുന്നത് ഇത് ഭരണഘടനയുമായി ചേർന്ന് നിൽക്കുന്നതാണോ എന്നാണ്. ഭരണഘടനയുമായി ചേർന്ന് നിൽക്കുന്നതാണോ ഇല്ലയോ എന്ന് നിയമസഭ തന്നെ നമ്മൾ പറയാൻ തലനാരിഴകീറി ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഭരണഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നിയമം സൃഷ്ടിച്ചിട്ട് ആ നിയമത്തെ അട്ടിമറിക്കാൻ കുറച്ച് കച്ചവടക്കാർക്ക് കൂട്ടുനിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് IT പാർക്കുമായി വന്നപ്പോൾ ഫയലിൽ തന്നെ ഞാൻ അതിൻ്റെ ഉത്തരവിട്ടത്. ഒരു കാരണവശാലും ഈ നിയമലംഘന പരിപാടിക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ കഴിയില്ല എന്ന തരത്തിൽ അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഫയലിൽ രേഖപ്പെടുത്തിയത്. ഇപ്പം ഗവൺമെൻറ്റൊക്കെ മാറുമ്പോഴേക്കും പുത്തൻ രൂപത്തിൽ ആൾക്കാർ വരുന്നു, അവർ കച്ചവടത്തിൻ്റെ രീതിയുമായിട്ട് വരുന്നു, ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അത്തരം കുഴികളിൽ വീണാൽ ഈ നാട് അതിനോട് പൊറുക്കുകയില്ല എന്നുള്ളതാണ് ഇന്നലകളിൽ ഈ നാട് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആറന്മുള ഈ കാര്യത്തിൽ ഒറ്റയ്ക്കല്ല, കേരളം അതിനൊപ്പമുണ്ടാകും. ആറന്മുളയിലെ സമരം കേരളത്തിനും ഇന്ത്യക്കും മാതൃകയായിരുന്ന ഒരു സമരമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അതിനോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. ആറന്മുളയുടെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന, വയലുകൾ ഇല്ലാണ്ടാക്കുന്ന, അവിടുത്തെ മലകളെ തുരക്കുന്ന ആ പദ്ധതിക്ക് അനുകൂലമായി നിൽക്കാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഏതൊരാൾ
രാഷ്ട്രീയ പിന്തുണയുടെയും പിൻബലത്തിൻ്റെയും ഭാഗമായിട്ട് വന്നാലും അതിനോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് ചേരാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് സർവേ കൂടെ അദ്ദേഹം നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും LDF തടയോ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല, അത് തടയേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി സർവേ നടത്താൻ തുടങ്ങിയാൽ ഇവിടെ ഗവൺമെൻറ് ഉണ്ടാവണ്ടേ. നിയമവിരുദ്ധമായ കാര്യം ചെയ്താൽ തടയേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് അല്ലേ. സർക്കാർ ഭൂമിയിൽ സർവേ നടത്താൻ എങ്ങനെയാണ് സ്വകാര്യ വ്യക്തിക്ക് ഇവർ എങ്ങനെയാണ് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടാവും? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരു ഗവൺമെൻറ്? ഒരു ഗവൺമെൻറ് ഇടപെടേണ്ട ഈ കാര്യത്തിനെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെയും കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഒരാൾ പറയുന്നു ഞാൻ സർവേ നടത്തുന്നത് മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ ഡ്രോൺ സർവേ നടത്തുന്നു, ഡൽഹിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നു എന്ന് പറയുന്നു, സർക്കാർ ഭൂമിയിൽ സർവേ നടത്തി എന്തും ചെയ്യാം എന്ന് പറയുന്നു, സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സർവേ നടത്തുന്നു. ഇതൊക്കെ നടത്തുമ്പോൾ ആരാണ് ഭരിക്കുന്നത്? ഒരു വ്യവസായിയാണോ കേരളത്തിൻ്റെ ഭരണം നിൽക്കുന്നത്? ജില്ലാ ഭരണകൂടം ആ വ്യവസായിക്ക് ഇതെല്ലാം ഒത്താശയും ചെയ്ത് കൊടുത്തിരിക്കുമ്പോൾ അദ്ദേഹമാണോ ജില്ലയുടെ അരിയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്? ഭരണരംഗത്താരെന്നുള്ളതാണ് ചോദ്യം. ആ ഭരണരംഗത്ത് ഉത്തരവാദിത്വമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഔദ്യോഗികമായ ചുമതലകളുണ്ടാവാം. ജില്ലാ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഇവിടെ കളക്ടർ അടക്കമുള്ള ആൾക്കാർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയുണ്ട്, അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇടപെടേണ്ടത് അവരെല്ലാമല്ലേ. ആ ഇടപെടലുണ്ടായില്ല എങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഈ നാട്ടിലുണ്ടാവുക തന്നെ ചെയ്യും.